ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള 16x2 LCD ഡിസ്പ്ലേസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. ഈ ഒരു LCD ഡിസ്പ്ലേക്ക് 16 പിന്നുകളാണുള്ളത്. ഈ പിന്നുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു LCD ഡിസ്പ്ലേയെ സർക്യൂട്ടിലേക്ക് കണക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു LCD ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിലുള്ള രണ്ട് ബ്ലാക്ക് കളറിലുള്ള ബ്ലോബ്സ് ആണ് LCD ഡ്രൈവറും അതുപോലെ തന്നെ LCD കൺട്രോളറും. ഈ LCD കൺട്രോളറിലേക്ക് നമ്മൾ ഡാറ്റയും കമാൻഡ്സും അയച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സെൻഡ് ചെയ്തുകൊണ്ടാണ് LCDയിൽ ലെറ്റേഴ്സും സിമ്പിൾസും നമ്പേഴ്സും ഒക്കെ ഡിസ്പ്ലേ ആവുന്നത്. അതായത് ഈ ഒരു LCD ഡിസ്പ്ലേയിൽ നമ്മൾ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ മെസ്സേജോ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഒരു ക്യാരക്ടേഴ്സും ഏത് റോലാണ് ഏത് കോളത്തിലാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഒരു ഇൻഫർമേഷനും നമ്മൾ ഈ ഒരു LCDക്കകത്തുള്ള LCD കൺട്രോളറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു LCDയിൽ നമുക്ക് മെസ്സേജും ക്യാരക്ടേഴ്സൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ സെൻഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു LCD കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മൈക്രോ കൺട്രോളറിൻ്റെയോ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഡിവൈസിൻ്റെയോ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ LCD ഒരിക്കലും ഒറ്റയ്ക്ക് അല്ല തനിച്ച് വെച്ച് പവർ മാത്രം കൊടുത്തുകൊണ്ട് LED പോലെയോ അല്ലെങ്കിൽ DC മോട്ടോർ പോലെയോ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുന്നതല്ല. പവർ കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ മൈക്രോ കൺട്രോളറിൻ്റെയോ അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഡിവൈസിൻ്റെയോ ഒരു പവർ ആവശ്യമാണ്. അതുമായിട്ട് അതായത് LCDക്കകത്തുള്ള കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഡിവൈസ് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇതിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഒരു LCD ഡിസ്പ്ലേക്ക് 16 പിന്നുകളാണുള്ളത്. അപ്പോൾ ഈ ഒരു 16 പിന്നുകൾ ഉപയോഗിച്ച് കൊണ്ടാണ് ഈ ഒരു LCD ഡിസ്പ്ലേയെ സർക്യൂട്ടിലേക്ക് കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പിന്നിനും ഓരോ അതിൻ്റേതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. LCDയുടെ ഫസ്റ്റ് പിൻ എന്ന് പറയുന്നത് VSS ആണ്. VSS എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ്, അതായത് 0 വോൾട്ടേജ്. രണ്ടാമത്തെ പിന്നെ VDD ആണ്. VDD എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജ് ആണ്. 5 വോൾട്ടാണ് ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ്. നമുക്ക് 3.3 വരെ ഇതിന് സപ്ലൈ വോൾട്ടേജ് കൊടുക്കാൻ കഴിയും. ഇതിൻ്റെ മൂന്നാമത്തെ പിന്നെ V0 അല്ലെങ്കിൽ VEE പിന്നാണ്. ഈ പിന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സഹായത്തോടു കൂടി 0 മുതൽ 5 വോൾട്ടേജ് വരെയുള്ള വോൾട്ടേജ് വാരി ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പിന്ന് ഉപയോഗിച്ചുകൊണ്ട് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ നാലാമത്തെ പിന്നാണ് RS, അതായത് രജിസ്റ്റർ സെലക്ട് പിൻ. ഈ ഒരു LCD മൊഡ്യൂളിൽ 2 രജിസ്റ്റേഴ്സ് ആണുള്ളത്, ഡാറ്റ രജിസ്റ്ററും അതുപോലെ തന്നെ കമാൻഡ് രജിസ്റ്ററും. എന്തൊക്കെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് സെൻഡ് ചെയ്യുന്നത് ഡാറ്റ രജിസ്റ്ററിലേക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു LCDക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ ഡിസ്പ്ലേയിലുള്ള എല്ലാ ലെറ്റേഴ്സും ക്ലിയർ ചെയ്യാനുള്ള കമാൻഡ്സ്, ഇതെല്ലാം നമ്മൾ സെൻഡ് ചെയ്യുന്നത് കമാൻഡ് രജിസ്റ്ററിലേക്കാണ്. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ് RS പിൻ എന്ന് പറയുന്നത്. RS ലോ ആണെങ്കിൽ കമാൻഡ് രജിസ്റ്ററും RS ഹൈ ആണെങ്കിൽ ഡാറ്റ രജിസ്റ്ററുമാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് മൈക്രോ കൺട്രോളറിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. മൈക്രോ കൺട്രോളറാണ് ഡാറ്റയാണോ അല്ലെങ്കിൽ കമാൻഡാണോ സെൻഡ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മൈക്രോ കൺട്രോളർ ഈ പിന്ന് ഹൈയും ലോയും ആക്കി രജിസ്റ്റർ സെലക്ട് ചെയ്യുന്നതാണ്. ആറാമത്തെ പിന്ന് എന്ന് പറയുന്നത് RW പിന്നാണ്. RW പിൻ എന്ന് പറഞ്ഞാൽ റീഡ് ഓർ റൈറ്റ് പിന്നാണ്. ഈ ഒരു പിന്ന് ഉപയോഗിച്ചിട്ടാണ് മൈക്രോ കൺട്രോളർ LCDയിലേക്ക് റൈറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ റീഡ് ചെയ്യുകയാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ LCDയിലേക്ക് റൈറ്റാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഈ പിന്നെ അധിക സർക്യൂട്ടിലും ഗ്രൗണ്ട് ചെയ്തിടാറാണ് പതിവ്. റൈറ്റും റീഡും ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴാണ് ഇത് നമ്മൾ നേരിട്ട് മൈക്രോ കൺട്രോളറിലേക്ക് കണക്റ്റ് ചെയ്യാണ് ചെയ്യാറ്.
LCDയുടെ 6ാമത്തെ പിന്നാണ് എനേബിൾ പിന്ന്. ഈ ഒരു പിന്ന് ഉപയോഗിച്ചിട്ടാണ് D0 മുതൽ D7 വരെയുള്ള ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു കമാൻഡ് ഈ ഒരു LCDക്കകത്തേക്ക് ലാച്ച് ചെയ്യപ്പെടുന്നത്. ഈ ഒരു എനേബിൾ പിന്ന് മൈക്രോ കൺട്രോളർക്കാണ് കണക്ട് ചെയ്യുന്നത്. മൈക്രോ കൺട്രോളറാണ് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ എനേബിൾ പിന്നിൽ പൾസ് കൊടുക്കുന്നതും മറ്റും ചെയ്യുന്നത്. LCDയുടെ 7ാമത്തെ പിന്ന് മുതൽ 14ാമത്തെ പിന്ന് വരെയുള്ള പിന്നുകളാണ് D0, D1, D2, D3, D4, D5, D6, D7. നമുക്കറിയാം കമാൻഡ് അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് ബൈറ്റ് ഫോമിലാണ് സെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. അപ്പോൾ ആ D0 മുതലുള്ള D7 വരെയുള്ള ബിറ്റ്സാണ് ഈ ഒരു 7 മുതൽ 14 വരെയുള്ള പിന്നുകൾ. ഈ ഒരു D0 മുതൽ D7 വരെയുള്ള പിന്നുകൾ മൈക്രോ കൺട്രോളറിലേക്ക് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. മൈക്രോ കൺട്രോളറാണ് ഡാറ്റയും കമൻറ്റും ഈ ഒരു പിൻസ് വഴി LCDയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഈ ഒരു LCDയുടെ 15ഉം 16ഉം പിന്നാണ് എയും കെയും, അതായത് ആനോഡും കാഥോഡും. അതായത് ഈ ഒരു LCD ഡിസ്പ്ലേയുടെ ബാക്ക് ലൈറ്റിൽ കുറേ LEDകളുണ്ട്, അതായത് LED അറേസ് ഉണ്ട്. ആ അറേയുടെ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലാണ് എയും കെയും. 15ാമത്തെ ടെർമിനൽ പോസിറ്റീവും 16ാമത്തെ ടെർമിനൽ നെഗറ്റീവുമാണ് LEDയുടെ. അത് സാധാരണഗതിയിൽ 5 വോൾട്ട് വോൾട്ടേജ് സോഴ്സിൽ നിന്ന് ഒരു റെസിസ്റ്റർ ത്രൂ ആയിട്ടാണ് ഈ ഒരു LED കണക്ഷൻ കൊടുക്കാറ്. റെസിസ്റ്റർ കൊടുക്കുന്നത് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ LCD ഡിസ്പ്ലേ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതായത് 4 ബിറ്റ് മോഡിൽ ഉപയോഗിക്കാൻ കഴിയും, അതുപോലെ തന്നെ 8 ബിറ്റ് മോഡിലും ഉപയോഗിക്കാൻ കഴിയും. 8 ബിറ്റ് മോഡിലാണ് നമ്മൾ LCD ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ LCDയുടെ D0 മുതൽ D7 വരെയുള്ള എല്ലാ പിന്നുകളും ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാകും. അതായത് എല്ലാ പിന്നുകളും നമ്മൾ മൈക്രോ കൺട്രോളറുമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ സർക്യൂട്ടുമായിട്ടോ കണക്ട് ചെയ്തിരിക്കും. എന്നാൽ 4 ബിറ്റ് മോഡിലാണ് നമ്മൾ LCD ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ D0 മുതൽ D3 വരെയുള്ള പിന്നുകൾ നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഈ പിന്ന് നമ്മൾ ഒഴിവാക്കിയിടാറാണ് പതിവ്. എന്നാൽ D4 മുതൽ D7 വരെയുള്ള പിന്നുകളാണ് ഡാറ്റ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു ബൈറ്റ് സെൻഡ് ചെയ്യുമ്പോൾ 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. 2 തവണ ആയിട്ട്, അതായത് നിബിൾസ് ആയിട്ട് 4 ബിറ്റായിട്ട് ആദ്യം ഒരു 4 ബിറ്റ്, പിന്നെ അടുത്ത സൈക്കിളിൽ അടുത്ത 4 ബിറ്റ്, അങ്ങനെയാണ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നത് 4 ബിറ്റ് മോഡിൽ. ഈ ഒരു മോഡിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് മൈക്രോ കൺട്രോളിൻ്റെ കുറച്ച് പിൻസ് നമുക്ക് ലാഭിക്കാൻ കഴിയും മൈക്രോ കൺട്രോളറുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ 8 ബിറ്റ് മോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിരിക്കും 4 ബിറ്റ് മോഡിനേക്കാൾ. കാരണം 8 ബിറ്റിൽ ഒരൊറ്റ സൈക്കിളിലാണ് 8 ബിറ്റ് ഡാറ്റ നമ്മൾ ഈ ഒരു LCDയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. എന്നാൽ 4 ബിറ്റ് മോഡിൽ നമ്മൾ 2 സൈക്കിൾ എടുത്തിട്ടാണ് 8 ബിറ്റ് ഡാറ്റ നമ്മൾ LCDയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അതായത് ഡാറ്റ ആയാലും കമൻ്റ് ആയാലും നമ്മൾ 2 സൈക്കിൾ എടുത്തിട്ടാണ് LCDയിലേക്ക് കണ്ടിന്യൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ടാകും. എന്നാൽ നോർമൽ ആപ്ലിക്കേഷനിൽ ഈ ഒരു ഡിലേ ഒരു പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 4 ബിറ്റ് മോഡിലുള്ള സർക്യൂട്ടറിയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു LCDയുമായിട്ട് നമ്മൾ ചെയ്യാറ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അർഡിനോ യൂനോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് LCDയിൽ നമുക്ക് ലെറ്റേഴ്സ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക, അല്ലെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നോക്കാം. അർഡിനോ യൂനോ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടുള്ളൊരു ബോർഡാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർ സിഗ്നൽസൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് LCD ഡിസ്പ്ലേ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കുക, അർഡിനോയിലേക്ക് എങ്ങനെ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതാണ് അർഡിനോയും അതുപോലെ തന്നെ LCDയും തമ്മിലുള്ള ഇൻ്റർഫേസിൻ്റെ സർക്യൂട്ട്. നമുക്ക് LCDക്ക് ആവശ്യമായ 5 വോൾട്ടും ഗ്രൗണ്ടും ഒക്കെ അർഡിനോയിൽ തന്നെ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് LCDൻ്റെ സർക്യൂട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പം ഇവിടെ VEE എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 10Kൻ്റെ പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ
എന്ന് പറയുന്ന പിന്ന് എൽ സി ഡിയുടെ നമ്മൾ അഡ്രിനോയുടെ 12ാമത്തെ പിന്നിലേക്കും അതുപോലെ തന്നെ എനേബിൾ പിന്ന് എൽ സി ഡിയുടെ 11ാം പിന്നിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. എൽ സി ഡിയുടെ RW റീഡ് ഓർ റൈറ്റ് പിന്ന് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ അർഡിനോയുടെ 5, 4, 3, 2 പിന്നുകളാണ് നമ്മൾ എൽ സി ഡിയുടെ ഡാറ്റ പിന്നായ D4, D5, D6, D7 പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എൽ സി ഡിയുടെ D0 മുതലുള്ള D3 വരെയുള്ള പിന്നുകൾ നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ടാണ് ചെയ്യാറ്. ഒഴിവാക്കിയിടുക അല്ലെങ്കിൽ അതിൽ ഗ്രൗണ്ട് കൊടുക്കുകയാണ് ചെയ്യാറ് സാധാരണ. ഇത് 4 ബിറ്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ LED-യിലേക്കുള്ള പിന്ന് നമ്മൾ ഒരു ചെറിയ റെസിസ്റ്റർ വഴി കണക്ട് ചെയ്യുക ആണ് സാധാരണ ചെയ്യാറ്. അതായത് 560 ഓമിൻ്റെയോ അല്ലെങ്കിൽ 220 ഓമിൻ്റെയോ ചെറിയ റെസിസ്റ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ ബാക്ക് ലൈറ്റ് LED-യിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ടിന് 2 പാർട്ടുണ്ട്. അതായത് ഹാർഡ്വെയർ പാർട്ടും സോഫ്റ്റ്വെയർ പാർട്ടും ഉണ്ട്. അതായത് ഈ ഒരു ഹാർഡ്വെയർ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ടാണ്. പക്ഷേ സോഫ്റ്റ്വെയർ പാർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതായത് അർഡിനോ വർക്ക് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം ആവശ്യമാണ്. അതായത് എങ്ങനെയാണ് എൽ സി ഡിയെ പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ള ആ ഒരു കോഡിങ് നമ്മൾ ഈ ഒരു അർഡിനോയിലേക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം. അതായത് അർഡിനോക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ എൽ സി ഡിയെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നോക്കാം. ഈ ഒരു സർക്യൂട്ടിന് ആവശ്യമായ പ്രോഗ്രാം അർഡിനോ യൂനോയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു അർഡിനോ യൂനോ ബോർഡിനെ കമ്പ്യൂട്ടറുമായോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പുമായോ USB കേബിൾ വഴി കണക്റ്റ് ചെയ്യുക. എന്നിട്ട് അർഡിനോയുടെ IDE സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഈ ഒരു അർഡിനോ യൂനോയിലേക്ക് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള സർക്യൂട്ടിലേക്ക് വെച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് പവർ കൊടുത്താൽ നമുക്ക് എൽ സി ഡിയിൽ നമ്മുടെ മെസ്സേജ് ഡിസ്പ്ലേ ആവുന്നത് കാണാം. അർഡിനോക്ക് വേണ്ട ആവശ്യമായ പ്രോഗ്രാം റൈറ്റ് ചെയ്യാനുള്ള IDE ആണ് അർഡിനോ IDE സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു അർഡിനോ IDE സോഫ്റ്റ്വെയർ തുറന്നതിന് ശേഷം ഫയലിൽ എക്സാമ്പിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. അതിന് ശേഷം അതിൽ ലിക്വിഡ് ക്രിസ്റ്റൽ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതൊരു പ്രോഗ്രാമാണ്, പ്രീ ബിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ തന്നെ കാണാം കമൻ്റായിട്ട് എഴുതിയിരിക്കുന്നത് എൽ സി ഡിയെ പിന്നെ എവിടേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. അതായത് ഇതേ രൂപത്തിൽ തന്നെയാണോ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു പ്രോഗ്രാം നമ്മൾ നമ്മുടെ അർഡിനോ യൂനോയിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ഈ ഒരു ആരോ മാർക്ക് അമർത്തിയാൽ നമ്മുടെ അർഡിനോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അർഡിനോ യൂനോയിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. അപ്ലോഡ് ആയതിനു ശേഷം നമ്മുടെ അർഡിനോ യൂനോ നമ്മുടെ സർക്യൂട്ട് പ്രകാരം കണക്ട് ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേയിൽ ഈ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ നമുക്ക് പല രീതിയിലും പല മെസ്സേജും എഴുതാൻ കഴിയും. അപ്പം പല രീതിയിലും എൽ സി ഡി ഉപയോഗിക്കുന്നതിൻ്റെ പ്രോഗ്രാംസൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അതും നമ്മുടെ സർക്യൂട്ടറിയും അല്ലെങ്കിൽ അതിൻ്റെ സർക്യൂട്ടറും ചെയ്തുകൊണ്ട് നമുക്ക് എൽ സി ഡി പ്രോഗ്രാം ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എൽ സി ഡി എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്, അതുപോലെ തന്നെ അർഡിനോയിൽ എങ്ങനെയാണ് നമ്മൾ അർഡിനോയിലേക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ട് എൽ സി ഡി എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.